27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് വരുമാനം വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കാണുന്നു. കൂടാതെ തന്നെ വ്യാപാരത്തിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഭാഗ്യപരീക്ഷണത്തിൽ വിജയിക്കും. നീതിക്കും നിയമത്തിനും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കും. വ്യവഹാര വിജയം ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. തർക്കവിഷയങ്ങൾ ഉണ്ടാകും. സംസാരം പരുക്കനാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. സഹോദരസ്ഥാനീയരുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. ധനച്ചെലവ് ഉണ്ടാകാം. ദൂരയാത്രാ ക്ലേശം അനുഭവത്തിൽ വരാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സാഹസികമായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കും. മയത്തിൽ പെരുമാറണം. അഭിമാനകരമായ സംഗതികൾ സംഭവിക്കും. എല്ലാവരും അനുകൂലമായ രീതിയിൽ പെരുമാറും. വിദ്യാപരമായി മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പൂർവിക സ്വത്ത് ലഭിക്കും. ഉദ്യോഗത്തിൽ നിന്നും കൂടിയ വരുമാനം ലഭിക്കും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ നേട്ടത്തിന് സാധ്യത. പ്രശസ്തിയും വിജയവും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടാകുന്നതാണ്. അടുത്തത് മകയിര നക്ഷത്രമാണ്. പ്രശസ്തിയും വിജയവും ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടം, സാമ്പത്തിക നേട്ടം, സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും, പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും. മേലുദ്യോഗസ്ഥർ പല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ദാമ്പത്യത്തിൽ പുത്തൻ ഉണർവ് അനുഭവപ്പെടും. ബന്ധു സമാഗമം ഉണ്ടാകാം. വിശേഷ വസ്ത്രാഭരണാദികളുടെ ലഭ്യത കാണുന്നുണ്ട്. ധനനേട്ടം ഉണ്ടാകാം. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. ദേവാലയ ദർശനം ഉണ്ടാകും. അംഗീകാരം ലഭിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരും. പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കും. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അനുകൂലമായ വിവാഹ ആലോചനകൾ വന്നു ചേരും. ആപത്തുകളിൽ നിന്നും രക്ഷ നേടും. ഭാര്യ നിമിത്തം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ജോലിയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടത്തിന് സാധ്യത. ദാമ്പത്യ സുഖം ഉണ്ടാകും. ഗൃഹം മോടി പിടിപ്പിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വിനോദയാത്രകൾ നടത്തും. കഴിവിന് അനുസരിച്ച് അംഗീകാരം കിട്ടും. രോഗശാന്തി ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാവിജയം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകും. ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യും. അടുത്തത് മകം നക്ഷത്രമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഉല്ലാസകരമായ അനുഭവങ്ങൾ വന്നു ചേരും. ധനലാഭം ഉണ്ടാകും. ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. പ്രണയബന്ധങ്ങളിൽ വിജയിക്കും. ധനസമ്പാദനത്തിൽ മികവ് കാണിക്കും. സ്വദേശത്തേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും. ജീവിത പങ്കാളി മൂലം സുഖവും സമാധാനവും ഉണ്ടാകും. പല രംഗത്തും വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര നിമിത്തം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി വരാതെ സൂക്ഷിക്കണം. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. അനാവശ്യമായി പണം ചിലവഴിക്കും. ലോണുകളും മറ്റും പ്രതികൂലമായേക്കാം. ജാമ്യം നിൽക്കരുത്. അടുത്തത് അത്ത നക്ഷത്രമാണ്. ധനപരമായി അനിശ്ചിതത്വം ഉണ്ടാകും. സഹപ്രവർത്തകർക്ക് അസൂയ തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കും. പുതിയ കൂട്ടുകെട്ടുകൾ മൂലം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നാൽക്കാലി മുഖേന സാമ്പത്തിക നേട്ടത്തിന് സാധ്യത. ബന്ധുഗുണം ഉണ്ടാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ദൂരയാത്രകൾ ഫലപ്രദമാകും. വിവാഹാദി കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടും. വിദേശയാത്രകൾ ഗുണകരമാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. പല രംഗത്തു നിന്നും മനപ്രയാസം അനുഭവത്തിൽ വരും. വിവാഹ ആലോചനകൾ മുടങ്ങും. ക്ഷമക്കുറവ് അനുഭവത്തിൽ വരും. സുഖം ദുഃഖം എന്നിവ മാറി മാറി വരുന്ന ദിവസമായിരിക്കും. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ തോന്നാം. രോഗാവസ്ഥ അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ എന്നിവയ്ക്കും സാധ്യത. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ശത്രുഭീതിയും പരാജയവും ഉണ്ടാകും. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന സംഗതികൾ സംജാതമാകും. സ്ത്രീകൾ മൂലം അസ്വസ്ഥതയ്ക്ക് സാധ്യത. ബന്ധുക്കളുടെ എതിർപ്പുകൾ വന്നു ഭവിക്കാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ധനപരമായി ഉയർച്ച പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹത്തിന് മാർഗങ്ങൾ തെളിയും.
ദാമ്പത്യ സുഖമുണ്ടാകും. പ്രവൃത്തി വിജയമുണ്ടാകും. മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യലാഭം ഉണ്ടാകും. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം വന്നുചേരും. കുടുംബസുഖം അനുഭവത്തിൽ വരും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. അസൂയക്കാരുടെയും ശത്രുക്കളുടെയും പ്രവർത്തനങ്ങൾ ശല്യപ്പെടുത്തും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾക്ക് സാധ്യത. ശത്രുക്കൾ കൂടുതൽ ശക്തരാകും. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾക്ക് സാധ്യത. അനാവശ്യമായി പണം ചിലവാക്കും. ശത്രുവർദ്ധനവ് ഉണ്ടാകാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. അസൂയക്കാരുടെയും ശത്രുക്കളുടെയും പ്രവർത്തനങ്ങളെ ശല്യപ്പെടുത്തും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ കാണുന്നു. ശത്രുക്കൾ കൂടുതൽ ശക്തരാകും. മാതാവിൻ്റെ ആരോഗ്യ പരിപാലനം നടത്തും. ദാമ്പത്യ ജീവിതവും സാഹചര്യങ്ങളും സന്തോഷപ്രദമാകും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സന്തോഷവും അഭിമാനവും ലഭിക്കും. തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഉല്ലാസയാത്രയിൽ ആഗ്രഹസാഫല്യം ഉണ്ടാകും. പങ്കാളിക്ക് സമ്മാനങ്ങളും മറ്റും ലഭിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. അധിക ചെലവും മറ്റും ബുദ്ധിമുട്ടിക്കും. ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ശാരീരിക ദുരിതമുണ്ടാകാതെ സൂക്ഷിക്കണം. ആരെയും വിശ്വാസപൂർവ്വം ഒന്നും ഏൽപ്പിക്കരുത്. അന്യദേശവാസം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ വന്നുഭവിക്കാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ശിക്ഷണ നടപടികൾ ഒഴിഞ്ഞുപോകും. ധനവരവ് വർദ്ധിക്കും. പ്രവൃത്തികളിൽ വിജയിക്കുവാൻ സാധിക്കും. പ്രയത്നം സഫലമാകും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. താൽക്കാലികമായ ജോലി സ്ഥിരപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സംസാരം വളരെയധികം നിയന്ത്രിക്കണം. ശമ്പള വർധനവിന് യോഗം കാണുന്നു. അകന്നു നിന്നവർ അനുകൂലികളാകും. സ്ത്രീകൾക്ക് വരുമാന വർധനവ് ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. സത്സംഗങ്ങളിൽ പങ്കെടുക്കും. വിദേശയാത്രകൾ ഗുണകരമാകും. വസ്ത്രലാഭം ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. പ്രണയകാര്യങ്ങളിൽ സന്തോഷത്തിന് സാധ്യത. കർമ്മരംഗം ഉഷാറാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ക്ഷമയില്ലായ്മ കാരണം നഷ്ടങ്ങൾക്ക് സാധ്യത. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിശ്വാസവഞ്ചന നേരിടും. ധനനഷ്ടം, തരം താഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരും. ഉന്നതരിൽ നിന്നും വിഷമകരമായ പ്രവൃത്തികൾ ഉണ്ടാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കും. ഉദ്യോഗതലത്തിൽ അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം. ധനപ്രാപ്തി ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും മികച്ച സഹകരണം പ്രതീക്ഷിക്കാം. ബിസിനസ് വർദ്ധിക്കും. യാത്രകളിലൂടെ ലാഭമുണ്ടാകും. സേവന സന്നദ്ധത പ്രകടിപ്പിക്കും. കീർത്തി, പദവി എന്നിവ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.